നമസ്കാരം. നെതർലൻഡ്സ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആഗോള നിക്ഷേപ സ്ഥാപനമായ പ്രോസസ് ബൈജൂസിൻ്റെ ഓഹരി നിക്ഷേപം എഴുതിത്തള്ളി. കനത്ത പ്രതിസന്ധി നേരിട്ട ബൈജൂസിൻ്റെ ഓഹരി മൂല്യം ഈയിടെ കുത്തനെ ഇടിഞ്ഞിരുന്നു. 2022 $22 ബില്യൺ മൂല്യമുണ്ടായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പായിരുന്നു ബൈജൂസ്. കനത്ത സാമ്പത്തിക പ്രതിസന്ധിയും നിയമ നടപടികളും കമ്പനിയുടെ പ്രവർത്തനം തന്നെ താളം തെറ്റിച്ചതോടെയാണ് ഓഹരി മൂല്യം പൂജ്യമായി രേഖപ്പെടുത്തിയത്. ബൈജൂസിലെ നിക്ഷേപത്തിലൂടെ 4100 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി പ്രോസസിൻ്റെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു. അവകാശ ഇഷ്യൂവിന് മുമ്പ് 9.6% ഓഹരികളാണ് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. പ്രോസസ് ഉൾപ്പെടെയുള്ള നിക്ഷേപകർ ബൈജൂസിനും മാനേജ്മെൻറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾക്കുമെതിരെ നിയമ നടപടികൾ തുടരുന്നതിനിടെയാണ് ഡച്ച് നിക്ഷേപ സ്ഥാപനത്തിൻ്റെ എഴുതിത്തള്ളൽ എന്നത് ശ്രദ്ധേയമാണ്. 22 ബില്യൺ മൂല്യത്തിൻ്റെ 99% കുറച്ച ശേഷമാണ് ബൈജൂസ് $200 മില്യൺ അവകാശ ഇഷ്യൂ പ്രഖ്യാപിച്ചത്. നിയമന നടപടികൾ പൂർത്തിയാക്കാതെ അവകാശ ഇഷ്യൂവിൽ നിന്നുള്ള പണം ഉപയോഗിക്കരുത് എന്ന് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഉത്തരവിട്ടിട്ടുണ്ട്. ബൈജൂസിൻ്റെ ഡയറക്ടർ ബോർഡിൽ നിന്ന് 2023 ജൂലൈയിൽ പ്രോസസിൻ്റെ പ്രതിനിധിയായ റസൽ ഡ്രസൻസ്റ്റോക്ക് രാജിവെച്ചിരുന്നു. സാമ്പത്തിക ഫലങ്ങൾ വൈകിയതും ഓഡിറ്ററായിരുന്ന ഡെലോയിറ്റ് പിൻവാങ്ങിയതും ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ നേരിട്ട സമയത്തായിരുന്നു ഡയറക്ടർ ബോർഡിൽ നിന്ന് ഏറെ പേരും പുറത്തുപോയത്. പ്രതിസന്ധികളിൽ നട്ടം തിരിയുന്ന എഡ്യൂടെക് കമ്പനിയായ ബൈജൂസിന് കുരുക്കായി മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായ ഒപ്പോ നേരത്തെ പരാതി നൽകിയിരുന്നു. ബൈജൂസിനെതിരെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ് ഈ ചൈനീസ് കമ്പനി. ബൈജു രവീന്ദ്രൻ്റെ കമ്പനിക്കെതിരെ പാപ്പരത്വ നടപടികൾ തുടങ്ങണമെന്നാണ് ആവശ്യം. ലോ ട്രൈബ്യൂണൽ ബൈജൂസിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഒപ്പോയും ബൈജൂസും തമ്മിലുള്ള ഇടപാട് എന്താണെന്നോ എത്രമാത്രം വലിയ തുകയ്ക്കാണ് ലോ ട്രൈബ്യൂണലിനെ സമീപിച്ചത് എന്നോ വ്യക്തമല്ല. ഒപ്പോയുടെ ഹർജി മെയ് അവസാന ആഴ്ച ട്രൈബ്യൂണൽ പരിഗണിക്കും എന്നായിരുന്നു റിപ്പോർട്ടുകൾ. പക്ഷേ അത് പരിഗണിച്ചില്ല. ഒപ്പോയെ കൂടാതെ മറ്റ് 2 കമ്പനികളിൽ നിന്നുകൂടി സമാന നടപടി ബൈജൂസ് നേരിടുന്നുണ്ട്. അമേരിക്കൻ പബ്ലിഷിംഗ് കമ്പനിയായ മക്ഗ്രോ-ഹിൽ എഡ്യൂക്കേഷൻ, കോഗ്നറ്റ് സർവീസ് എന്നിവരാണ് ലോ ബോർഡിനെ സമീപിച്ച മറ്റ് 2 കമ്പനികൾ. ഒപ്പോയുടെയും കൂടി ചേർക്കുമ്പോൾ മൊത്തം 7 കമ്പനികളാണ് ബൈജൂസിനെതിരെ പാപ്പരത്വ നടപടികൾക്കായി നിയമ പോരാട്ടം നടത്തുന്നത്. അതേസമയം കമ്പനിയിലെ ബൈജൂസ് പരിഷ്കരിച്ചിരുന്നു. ഫെബ്രുവരിയിലെയും മാർച്ചിലെയും ശമ്പള വിതരണം പൂർത്തിയാക്കാൻ സാധിക്കാത്ത ബൈജൂസ് പുതിയ പരിഷ്കാരം ഇതിനിടെ കൊണ്ടുവന്നു. ഇതുപ്രകാരം ഓരോ ആഴ്ചയും മാർക്കറ്റിംഗ് സെക്ഷനിൽ ഉള്ളവർക്ക് അവർ കൊണ്ടുവരുന്ന ബിസിനസ്സിൻ്റെ 50% നൽകും. ഈ പരിഷ്കാരം വഴി ബിസിനസ് മെച്ചപ്പെടുത്താമെന്നാണ് ബൈജൂസിൻ്റെ പ്രതീക്ഷ. ഏപ്രിൽ 24 മുതൽ 30 വരെയുള്ള ആഴ്ചയിൽ ഒരു ജീവനക്കാരൻ 50,000 രൂപ സമാഹരിച്ചെന്നിരിക്കട്ടെ, ഈ തുകയിൽ നിന്ന് 25,000 രൂപ മെയ് 1 ജീവനക്കാരൻ്റെ അക്കൗണ്ടിൽ നൽകും. മാർച്ചിലെ ശമ്പളം കൊടുക്കാൻ ബൈജു രവീന്ദ്രൻ സ്വന്തം നിലയ്ക്ക് 30 കോടി രൂപ കടമെടുത്തിരുന്നു. ഈ പണം ഉപയോഗിച്ചാണ് ജീവനക്കാർക്ക് മാർച്ചിലെ ശമ്പളത്തിൻ്റെ ഒരു വിഹിതം കൊടുത്തു തീർത്തത്. ഒരു മാസം ശമ്പളത്തിന് മാത്രമായി 45 മുതൽ 50 കോടി രൂപയാണ് ബൈജൂസിന് ചിലവ് വരുന്നത്. 14,000-ഓളം ജീവനക്കാരാണ് ഇപ്പോൾ ബൈജൂസിൽ ജോലി ചെയ്യുന്നത്. താഴ്ന്ന പ്രതിഫലം വാങ്ങുന്നവരുടെയും അധ്യാപകരുടെയും മുഴുവൻ ശമ്പളവും കൊടുത്തപ്പോൾ ഉയർന്ന തസ്തികയിലുള്ളവർക്ക് മാർച്ചിലെ പകുതി ശമ്പളമാണ് നൽകിയത്. ഫെബ്രുവരിയിലെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗവും കൊടുത്തു തീർക്കാനുണ്ട്. ലോകം മുഴുവൻ അത്ഭുതത്തോടെ നോക്കി നിന്ന വളർച്ചയായിരുന്നു മലയാളിയായ ബൈജു രവീന്ദ്രൻ്റെ സ്റ്റാർട്ടപ്പ് സംരംഭം ബൈജൂസ് ലേണിംഗ് ആപ്പിൻ്റേത്. എന്നാൽ വളർച്ചയേക്കാൾ വേഗത്തിലായിരുന്നു ബൈജൂസിൻ്റെ തകർച്ചയും. ലയണൽ മെസ്സി മുതൽ സക്കർബർഗ് വരെ ഭാഗമായ സ്ഥാപനത്തിന് ഇപ്പോൾ ഇഡിയുടെ ലുക്കൌട്ട് നോട്ടീസ് വരെ ലഭിക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങളാണ് സ്ഥാപനത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി വിലയിരുത്തപ്പെടുന്നത്. മെസ്സിയും ഷാരൂഖ് ഖാനും മോഹൻലാലും ബ്രാൻഡ് അംബാസഡർമാരായ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുതൽ ഫിഫ വേൾഡ് കപ്പ് വരെ സ്പോൺസർ ചെയ്തൊരു മലയാളി, ഹാർവാർഡ് സ്കൂൾ ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ പഠന വിഷയമാക്കിയ ബിസിനസ് ഐഡിയ, ഇതൊക്കെയായിരുന്നു കുറേ നാൾ മുമ്പ് വരെ ബൈജൂസ് ആപ്പ്. എന്നാൽ ഇന്ന് നിത്യച്ചെലവുകൾക്ക് പോലും പണമില്ലാതെ നഷ്ടത്തിലായി. $22 ബില്യൺ ആസ്തിയുണ്ടായിരുന്ന കമ്പനി $3 ബില്യൺ കൂപ്പുകുത്തി. അതായത് 85% നഷ്ടം. 2011 MBA വിദ്യാർത്ഥികൾ മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ വരെ ലക്ഷ്യമിട്ട് തിങ്ക് ആൻഡ് ലേൺ എന്ന കമ്പനി ആരംഭിക്കുന്നത്. അത് പ്രതീക്ഷയ്ക്കപ്പുറം വിജയം കണ്ടതോടെ 2015 ബൈജൂസ് ദ ലേണിംഗ് പിറവിയെടുത്തു. ബോർഡ് എക്സാം മുതൽ കിൻഡർഗാർട്ടൻ വരെയുള്ള സിലബസുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നതോടെ ബൈജൂസിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അതേ വർഷം പ്രമുഖ സ്ഥാപനമായ സിഖോയെ $25 മില്യൺ ബൈജൂസിൽ നിക്ഷേപിച്ചപ്പോൾ 2016 ചാൻ സക്കർബർഗ് $50 മില്യനാണ് നിക്ഷേപിച്ചത്. കൂടാതെ ബോണ്ട്, സിൽവർ ലേക്ക്, ബ്ലാക്ക് റോക്ക, സാൻസ് ക്യാപിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം നിക്ഷേപിച്ചു. പിന്നാലെ ഷാരൂഖ് ഖാനും മെസ്സിയുമെല്ലാം ബ്രാൻഡ് അംബാസഡർമാരായി എത്തിയതോടെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി ബൈജൂസ്. എത്ര ഉയരത്തിൽ നാം എത്തുന്നോ അപ്പോൾ വീഴ്ചയുടെ ശക്തിയും ആഘാതവും കൂടും എന്ന് പറയപ്പെടുന്നത് പോലെ അതിശക്തമായിരുന്നു ബൈജൂസിൻ്റെ വീഴ്ച.